ഇന്ന് ഈ വീഡിയോ കാണുന്ന ഇന്നത്തെ ഈ ദിവസം എല്ലാ ദിവസത്തെയും പോലെ നിങ്ങളെ തള്ളിക്കളയരുത്. എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം. ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ശരിയല്ലേ? നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങള് നാളെ നാളെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കാറുണ്ട് അല്ലേ? നമ്മുടെ സ്വപ്നങ്ങള്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങള്, നമ്മുടെ ആഗ്രഹങ്ങള്, ഇതെല്ലാം നമ്മൾ മടി പിടിച്ച്, നമ്മൾ സുഖം പിടിച്ച്, നമ്മൾ കംഫോർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ശരിയല്ലേ? നമുക്കറിയാം നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നല്ലേ? നാളെയും നമ്മൾ ഈ കാര്യം തന്നെ ആവർത്തിക്കും. നാളെയും നമ്മൾ പറയും, ഓ നാളെ ആകട്ടെ എന്ന് നമ്മൾ പറയും. ഈ നാളെ 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 എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടല്ലോ, അവരോട് തന്നെ പറയുന്ന ഏറ്റവും വലിയ കള്ളത്തരമാണത്. ആലോചിച്ച് നോക്കിയേ, ഏറ്റവും വലിയ നുണകളാണ് നിങ്ങൾ പറയുന്നത്. നമ്മുടെ കംഫോർട്ട് സോണിൽ ഇരിക്കാനായിട്ട് നമ്മുടെ മടി കാരണം നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു എക്സ്ക്യൂസ് ആണ് നാളെ എന്ന് പറയുന്ന ഒരു മാറ്റിവെക്കലും. നമ്മൾ സ്വപ്നങ്ങളുണ്ട്, നമുക്ക് ആ കഷ്ടപ്പാടുകൾ, ആ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള കഷ്ടപ്പാടുകളൊന്നും ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ല, അതിന് മടിയാണ് നമുക്ക്. അതുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കള്ളത്തരമാണ് നാളെ 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 എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മുടെ സിറ്റുവേഷൻസ് ചലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ റെഡി ആവുന്നില്ല. നമ്മൾ ഒരിക്കലും ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു പെയിന് അല്ലെങ്കിൽ ആ ഡിസിപ്ലിന് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അവിടെയാണ് പ്രശ്നം. അത് പറയാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ പറയുന്ന വലിയൊരു എക്സ്ക്യൂസ് ആണ് നാളെ ആവട്ടെ മറ്റന്നാളാകട്ടെ എന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് എന്ന് പറയുന്ന ഒരു സംഭവം മിക്കവാറും ആൾക്കാര് അത് ചെയ്യാറില്ല. എല്ലാവരും പറയും നാളെ ആവട്ടെ, മറ്റന്നാളാകട്ടെ, പിന്നെ ആവട്ടെ, പിന്നൊരിക്കലാവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഡിക്ഷണറിയിൽ നാളെ എന്നൊരു വേർഡ് ഇല്ല. നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാതെ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അതൊരു ശീലമാക്കുക. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അതിന് തയ്യാറെടുപ്പ് നടത്തുക. നിങ്ങളുടെ മൈൻഡ് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. നാളത്തെ ഒരു ദിവസം എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് എന്ത് ഉറപ്പാണുള്ളത്? ഇന്ന് നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ നീ ചെയ്യാൻ തുടങ്ങുക. ഒരു എക്സർസൈസ് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. ഈ ഡിസംബർ ആകുമ്പം പറയും, ആ വർഷം ലാസ്റ്റ് ആകുമ്പോൾ പറയും, അടുത്ത വർഷം തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര കൺസിസ്റ്റൻസിയോടുകൂടി ഞാൻ ചെയ്യും. എല്ലാ ദിവസവും ഞാൻ ജിമ്മിൽ പോകും, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ എക്സർസൈസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയറ്റ് പാറ്റേൺ ഞാനത് ഫോളോ ചെയ്യും. എത്ര ദിവസം നിങ്ങൾ ചെയ്യും? ഡിസംബർ 31 കഴിഞ്ഞ് 1-ാം തീയതി ആവും. ഇന്ന് 1-ാം തീയതി അല്ലേ, ഇപ്പം നാളെ ആവട്ടെ. നാളെയും എന്താ അവസ്ഥ? ഇത് തന്നെയാണ് അവസ്ഥ. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക. നിങ്ങൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അൺകംഫർട്ടബിൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. ആ ഒരു സ്ട്രഗിൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നണം. ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറാവണം. അതിന്റെ പെയിൻ എന്താണെന്ന് നിങ്ങൾ അറിയണം. അങ്ങനെയാണ് എപ്പോഴും നമ്മളെ വളരുന്നത്. അല്ലാതെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് വളർന്നു വന്ന ഒരൊറ്റൊരാളുടെയും ചരിത്രം നമ്മുടെ മുന്നിലില്ല. നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അതിനൊരു പെയിൻ ഉണ്ട്. ആ പെയിനിൽ കൂടി നിങ്ങൾ കടന്നു പോകണം. അവിടെ നിങ്ങൾക്ക് കരുത്താർജിക്കാൻ പറ്റുള്ളൂ. അതിന് പറ്റാതിരിക്കുമ്പോഴാണ് നമ്മൾ എപ്പോഴും പറയുന്ന എക്സ്ക്യൂസ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നാളെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നത്. നമുക്ക് പറ്റാതെ വരുമ്പോൾ നമ്മൾ പറയും പിന്നെ ചെയ്യാം. അവിടെ നമ്മൾ കാണിക്കാനുള്ള കറേജ്, ധൈര്യം എന്ന് പറയുന്നത് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതൊരു കെട്ടുകഥയാണ്, ഒരു കള്ളത്തരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് നാളെ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. only we have today. നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? അത് ഇന്നാണ്, ടുഡേ ആണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളെപ്പോഴും മനസ്സിനോട് പറയും നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ നമ്മൾ പറയും, ഇന്ന് ഇത് ചെയ്തു കഴിഞ്ഞാലും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് എന്താ മാറ്റിയെടുക്കാൻ പറ്റുന്നത്? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. ഇന്ന് നിങ്ങൾ തുടങ്ങേണ്ടുന്നത്, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇന്ന് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഈസിയാണ്. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ദിവസം ഉണ്ടല്ലോ, ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഇന്നത്തെ ദിവസം നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ സമയം മുതൽക്ക് ഈ സമയം വരെ നിങ്ങളുടെ ടൈം നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്?
നിങ്ങൾക്കൊരു ഡ്രീമുണ്ട്. നിങ്ങൾക്കൊരു ആ സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് ഒരു ചെറിയ ചുവടെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്തിരുന്നോ? ആലോചിച്ച് നോക്കിയേ. 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ചെറുതും വലുതുമായ ഒരുപാട് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ പറ്റും. ദിസ് ഈസ് ദ ഡേ യു ആർ വെയിറ്റിംഗ് ഫോർ യുവർ ഹോൾ ലൈഫ്. നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ കാത്തിരുന്ന ആ ഒരു ദിവസം ഇന്നാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ജീവിതകാലം മുഴുവൻ മാറ്റം വരുത്തണമെന്ന് കാത്തിരുന്ന ആ ദിവസം ഇന്നാണ്. പ്രവർത്തിക്കണമെന്ന് കരുതി മാറ്റിവെച്ചിരുന്ന ആ ദിവസം ഇന്നാണ് എന്ന് വിചാരിക്കുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം മുതൽക്ക് ഇത് തന്നെ നിങ്ങൾ മൈൻഡിനോട് പറയുക, ഇന്നാണ് എൻ്റെ ദിവസം, ഇന്നത്തെ ദിവസം ഞാനിത് ചെയ്തിരിക്കും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആലോചിക്കുക, ഇന്നിപ്പോൾ ഞാൻ എഴുന്നേറ്റു, ഈ 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് 24 hours എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളൊരു യാത്രയിലാണ്. നിങ്ങൾ വിചാരിക്കുക, ഈ യാത്രയിൽ നമ്മൾ എല്ലാ ദിവസവും നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പോകേണ്ടടുത്ത് എത്താൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ഓൺ മൂവിങ്. നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കണം, അല്ലേ? നമുക്ക് പറയാൻ പറ്റണം, നമ്മള് 5 വർഷം മുന്നേ നമ്മൾ എവിടെ നിന്നോ അവിടെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നല്ല നിങ്ങൾ പറയേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ 5 വർഷം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പാഴാക്കിയിട്ടില്ല. ഞാനത് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ചുവടുവയ്പ്പുകളായിരുന്നു അതെല്ലാം. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ വിചാരിക്കുക, ഓരോ ദിവസവും എവറി ഡേ അത് നമ്മളെ കെയർ ചെയ്യുവാണ്. നിങ്ങൾക്ക് ധൈര്യം വേണം. നിങ്ങളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് ചാടി ഇറങ്ങാനുള്ള ധൈര്യം വേണം. 100 പേര് ചുറ്റിനും നിന്ന് ഓരോ അഭിപ്രായങ്ങൾ പറയും. നിങ്ങൾ അവിടെ അതിനെ ചെവി കൊടുക്കണ്ട, കാതോർക്കണ്ട. കാരണം നമുക്കിതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വീഡിയോ കാണുന്ന ഇന്നത്തെ ഈ ദിവസം എല്ലാ ദിവസത്തെയും പോലെ നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ആ പുസ്തകം ഉണ്ടല്ലോ, നിങ്ങൾ അടച്ചു വെക്കല്ലേ. നിങ്ങളത് തുറന്നു വെക്ക്. നിങ്ങൾ അതിലേക്ക് ഇറങ്ങാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് തന്നെ നിങ്ങൾ എടുക്ക്. ഇത് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ദിവസമാണ് എന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ ഓർമ്മിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വപ്നങ്ങളിൽ കൂടി ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഡ്രീംസ് റിയാലിറ്റിയിലേക്ക് എത്തത്തുള്ളൂ. ഇന്നുകൾ മാത്രം, അതൊരിക്കലും നാളത്തേക്ക് നിങ്ങൾ മാറ്റിവെക്കാതിരിക്കുക. സോ ചൂസ് യുവർ ഡേ ടുഡേ ഈസ് യുവർ ഡേ എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അതിന് വേണ്ടിയിട്ട് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ എടുക്കുന്നത്, കമന്റ് ബോക്സിൽ കൂടി നിങ്ങൾ എന്നെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ലൈഫ് കോച്ചിങ് ക്ലാസ്സുകളൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കും ആ ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ നെക്സ്റ്റ് ബാച്ച് ക്ലാസ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ക്ലാസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ആ പോസിറ്റീവ് ഗ്രൂപ്പിന്റെയും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് എളുപ്പം എത്താനുമുള്ള എല്ലാ കാര്യങ്ങളുമാണ്. വീടൊരു സ്വർഗമാക്കി മാറ്റാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അതുപോലെ ലൈഫ് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത്. തീർച്ചയായിട്ടും ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. താങ്ക് യു.